നമ്മുടെ ഈ ടെക്നിക്കൽ സ്കൂളിന്റെ കലോത്സവം പൊടിപ്പൂരം. പാലക്കാട് നമ്മുടെ ഫ്രണ്ട്സ് ആണ്. ചില്ലിംഗ് ആയിട്ടൂടെ പാട്ടൊക്കെ ശേഷം നമ്മൾ ഡാൻസ് കളിക്കുന്നുണ്ട്. Once again, welcome back all. ഹായ് എടുത്തോ. ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും വ്ലോഗിലേക്ക് സ്വാഗതം. ഗൈസ് അപ്പോൾ ഒരാൾ സർക്കസ് കളിക്കുന്നത്. രാവിലെ സർക്കസ് കളി കാണണം. ശ്രദ്ധിച്ചോണേ ഗൈസ്. സമയം വന്നിട്ട് ഇപ്പോൾ 4:06 അപ്പം നമ്മുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിനിലുള്ളത് എല്ലാവർക്കും അറിയാമല്ലേ. ഇപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. അപ്പോൾ അടിപൊളി ഉറക്കായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മോൻ കണ്ടാൽ തന്നെ അറിയാം, ഒരുപാട് തിരുമ്പുകളോ. അപ്പോൾ കട്ടിങ് ചാടി എഴുന്നേറ്റിട്ടുണ്ട്. മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ഉറക്കക്ഷീണമാണ്. കണ്ണൊക്കെ ഇങ്ങനെ കടിച്ച് വീണിരിക്കുന്നുണ്ടാവും. അപ്പം നമ്മുടെ പൈങ്കിളിനെ കണ്ടേ, നമ്മുടെ പങ്കനത്തെ അവിടെ ഇരിപ്പുണ്ട്. അപ്പം നമ്മളിനി ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. കുറച്ചും കൂടി ഇത് കഴിയുമ്പോൾ നമ്മുടെ ട്രെയിനിൽ നിന്ന് ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. നമുക്ക് താഴേക്ക് ഫസ്റ്റ് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ് അപ്പോൾ നമുക്ക് നമ്മുടെ മുഖമൊക്കെ ഒന്ന് കഴുകാം. കണ്ണ് നേർന്നയാണ്, കുറച്ച് ഉറക്കമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ട്രെയിനിൻ്റെ ഇവിടെ പുറത്തേക്ക് ഇവിടെ ഫുൾ കാടൊക്കെയാണ്. അപ്പോൾ ഇവിടെ ട്രെയിൻ നിർത്തിയിട്ടേക്കാണ്. നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് കഴുകാം. അപ്പോൾ പൈപ്പിൻ്റെ സംവിധാനം ഇങ്ങനെയാണ്. കണ്ണൊക്കെ നല്ല നീർന്നുണ്ട് ഗൈസ്. ഇവിടെ വെള്ളമൊക്കെ കാണാം. അപ്പോൾ മുഖം നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫോണിന് ചാർജില്ല. അപ്പം ഞാൻ ഫോണൊരു 5 മിനിറ്റ്സിലേക്ക് കുത്തിയിട്ടിട്ട് വരാൻ ഗൈസ്. നമുക്ക് വ്ലോഗ് എടുക്കട്ടെ. A few moments later. ഗായ്സ് നമ്മുടെ ഫോൺ കുത്തിയിട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അല്ലേ ഗായ്സ്, കുട്ടികളൊക്കെ എല്ലാം എഴുന്നേറ്റ് കേട്ടിട്ടുണ്ട്. അമ്മേ ഗായ്സ് ഗായ്സ് നമ്മുടെ ട്രെയിൻ. അമ്മേ ഇപ്പോൾ കൈ ശ്രദ്ധിച്ച് പിടിക്കണം. ഓ നൈസ് ഗായ്സ്. ഇപ്പോൾ നമ്മളിത് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അമ്മ എവിടെ പോയി? അങ്ങനെ ഗായ്സ് നമ്മളങ്ങനെ നമ്മുടെ തലയിൽ നിന്ന് തലയായ വാലിലേക്ക്, അതായത് നമ്മുടെ ട്രിവാൻഡ്രം നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പിള്ളേർ എല്ലാവരും ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റിലേ ഇറങ്ങി. ഇപ്പോൾ നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കാം ഗായ്സ്. അപ്പം നമ്മൾ 4:30യോട് കൂടി നമ്മുടെ നിസാമുദ്ദീൻ ട്രെയിനോട് ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. റെസ്റ്റ് ചെയ്യണം ഗായ്സ്. അപ്പോൾ ബാഗ് കഴിച്ച് വെച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ട്രെയിനിൽ നമ്മളിവിടെ സീറ്റൊക്കെ ഇതേ അവിടെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സീറ്റിനെ മിസ് ചെയ്യുന്നു. ഉറക്കൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളിന്ന് ഡയറക്റ്റ് നമ്മൾ ഭയങ്കര കലോത്സവം നടക്കാൻ പോകുന്ന കുളത്തൂർ എന്ന് പറഞ്ഞ സ്കൂളിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇനി പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് കണ്ണൊക്കെ ഭയങ്കര നീറുന്നുണ്ട്. ഉറക്കം ശരിയാവാത്തതിൻ്റെ ലക്ഷണമാണ്. എന്താ വിഷയം? അപ്പോൾ അവരൊക്കെ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യുവാണ്. അപ്പോൾ നമുക്കിവിടെ റെസ്റ്റ് എടുക്കാം. അപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. അപ്പോൾ 4:30 ആയപ്പോൾ നമ്മൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. റെസ്റ്റ് ചെയ്യാം ഗായ്സ്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് യാത്രയാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ സമയം വന്നിട്ട് 4:49 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഗായ്സ് ലെറ്റ്സ് ഗോ. ഗായ്സ് അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിനി ഫ്രഷപ്പൊക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തേക്ക് നടക്കുവാണ് കേട്ടോ. അപ്പം ഇതാ നമ്മുടെ കുട്ടികളെല്ലാവരും നമ്മുടെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചേഴ്സൊക്കെ നമ്മളെ നയിച്ചുകൊണ്ട് പോവുകയാണ്. അവർക്ക് എല്ലാവരെയും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണല്ലോ ഓൾറെഡി ഉള്ളത്. അപ്പോൾ ഒരുപാട് ട്രെയിനുകൾ നിർത്തിയിട്ടേക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഈ കാഴ്ചകളൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രഷപ്പ് ആവാനുള്ള സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ സ്റ്റെപ്പിൽ നിന്ന് കയറി ഇപ്പുറത്തെ സ്റ്റെപ്പിൽ കൂടെ ഒരു പാലത്തിൻ്റെ പൊക്കത്ത് കൂടി. അപ്പോൾ നമ്മൾ നടക്കുന്ന പാലത്തിൻ്റെ ഇടയ്ക്ക് ട്രെയിനാണെന്നുള്ളവർ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം മൊത്തം ട്രെയിനുകളൊക്കെ നിർത്തിയിട്ടേക്കുവാണ്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സ്റ്റെപ്പിൽ കൂടി നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ ഗൈസ്, നമ്മളിപ്പം ഒരു അടിപൊളി ട്രെയിനിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. അപ്പോൾ ഇത് ഹൈ ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനാണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ട്രെയിൻ നോക്കുമ്പോൾ
അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. കാരണം അതിൻ്റെ ഉള്ളിലത്തെ റൂംസും കാര്യങ്ങളൊക്കെ നല്ല എന്താ പറയുക സൂപ്പറായിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രെയിനിലിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊന്നും അറിയില്ലല്ലോ, ശരിക്കും നമ്മളൊന്നും അറിയുന്നില്ല. ശരിക്കും വീട്ടിലിരിക്കുന്ന പോലെ തന്നെയാണ് ട്രെയിനിലിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നതല്ലേ. അങ്ങനെ നമ്മളിത് എല്ലാവരും നടന്ന് നീങ്ങുവാണ്. അപ്പം നമ്മളിങ്ങനെ പോകുന്ന ടൈമിൽ നമ്മുടെ എന്താ പറയുക റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് സ്വാമിമാരുണ്ടായിരുന്നു. അപ്പോൾ സ്വാമിമാരെല്ലാവരും എന്താ പറയുക കിടന്നുറങ്ങുന്ന സീനൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഉറങ്ങലും അതുപോലെ എഴുന്നേറ്റിരിക്കലും ഫ്രഷപ്പ് ആവുന്ന പരിപാടിയൊക്കെയാണ് നമുക്ക് ഈ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ കൂടുതലും എല്ലാവരും കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് നിങ്ങൾക്ക് എന്തായാലും അറിയുമായിരിക്കുമല്ലോ ഗൈസ്. അങ്ങനെ നമ്മൾ ഫ്രഷപ്പ് ആകാൻ വേണ്ടിയുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് നമ്മളൊരു ഹൈ ക്ലാസ് റൂമിലിരുന്നില്ല, അതുപോലെ തന്നെ ഇതും അങ്ങനത്തെ ഒരു റൂമായിരുന്നു. അപ്പോൾ അവിടേക്ക് വന്ന ടൈമിൽ നമുക്ക് ഗേൾസിനും അതുപോലെ തന്നെ ബോയ്സിനുമായിട്ടുള്ള ബാത്റൂം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ആ ബാത്റൂമിൽ കയറിയിട്ടാണ് നമ്മളിനി ഫ്രഷപ്പ് ആകാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികളും നമ്മളും അല്ലാതെ പിന്നെ വേറെ ഒത്തിരി യാത്രക്കാരും സ്വാമിമാരും അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവരവരുടെ കാര്യത്തിൽ വളരെ ബിസി ആയിരുന്നു. അപ്പം നമുക്കിനി നെക്സ്റ്റ് പ്ലാനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രഷപ്പ് ആവണമല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മളിനി ഫുഡൊക്കെ കഴിച്ച് നമ്മളിനി നമ്മുടെ കുളത്തൂർ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പോകണം. ഇപ്പോൾ ബാക്കി കുളിയും ജപമൊക്കെ നമ്മളത് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നമുക്കിനി ജസ്റ്റ് എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ പല്ലൊക്കെ തേക്കണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഈ ബാഗ് ഇവിടെ പ്ലേസ് ചെയ്യേണ്ട ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മ എവിടേക്കോ വായും പൊളിച്ച് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ ടൈമിലാണ് ഗായ്സ് നോക്കുമ്പോൾ നമുക്ക് ടൂത്ത് പേസ്റ്റ് ഇല്ല. കാര്യം വാങ്ങിയതാണ്, എടുക്കാൻ മറന്നുപോയി. വാവാറ്റിൻ്റെ അടുത്ത് കൊടുത്തു വിട്ടു കേട്ടോ, അതാണ് രസം. അപ്പം അങ്ങനെ നമ്മൾ ടൂത്ത് പേസ്റ്റ് വാങ്ങാൻ വേണ്ടി ഇവിടെ ഷോപ്പിൽ വന്നിട്ടുണ്ടേ. അങ്ങനെ 10 രൂപയ്ക്ക് നമുക്ക് ടൂത്ത് പേസ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മമ്മ മിക്കവാറും പറയും 2 വാങ്ങിക്കോളാൻ. എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് ഒരു ടൂത്ത് പേസ്റ്റ് മതി. ഇപ്പം നമ്മൾ 3 പേരല്ലേ ഉള്ളൂ, 3 പേർക്ക് ഒരു 4-5 ദിവസത്തേക്ക് ഒരു ടൂത്ത് പേസ്റ്റ് ധാരാളമാണ്. എന്തായാലും 10 രൂപയ്ക്ക് നമുക്കൊരു അടിപൊളി ടൂത്ത് പേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജാമ്പവാൻ്റെ കാലത്ത് 10 രൂപ നമുക്ക് തിരിച്ചും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്കാണ് ഒരു അടിപൊളി സംഭവം അവിടെ നടന്നുകൊണ്ടിരുന്നത്. അവിടെ ഒരു വലിയ പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെ പോയാലും നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അടി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടിയാണ് ഞങ്ങൾ കടന്നു വന്നത് കേട്ടോ. അപ്പോൾ സീറ്റിൻ്റെ പേരും പറഞ്ഞുകൊണ്ടായിരുന്നു അവരൊക്കെ അടി കൂടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവരെന്തെങ്കിലും അവരുടെ കാര്യങ്ങൾ ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ റെഡിയാക്കാം ഗായ്സ്. അങ്ങനെ നമ്മളിനി ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി പോകണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ ബ്രഷ് എടുക്കണമല്ലേ. അപ്പോൾ അങ്ങനെ അമ്മയൊക്കെ ഓരോ കാര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ബാഗിൽ നിന്ന്. അപ്പം ഞാനും എൻ്റെ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ബാഗിൻ്റെ ഷോപ്പാണോ ഈ നിറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നി. കാരണം യാത്രക്കാരുടെ എല്ലാവരുടെയും ബാഗ് ഇഷ്ടം പോലെ ബാഗുകൾ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ബാഗും. അങ്ങനെ ഇത് ബ്രഷ് ഞാൻ വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ബ്രഷൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇപ്പോഴേ ഞാൻ പല്ലേക്കാൻ തുടങ്ങി, നമ്മൾ പേടിക്കണ്ട കേട്ടോ ഗൈസ്. അങ്ങനെ ഞാനിതാ ബ്രഷൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ ബാത്റൂമിലേക്ക് പോയിട്ട് ബ്രഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. അമ്മ ഇപ്പോഴും കൂടി ബാഗ് അയച്ചു വെക്കാനാണ് നിൽക്കുന്നത്, അതാണ് രസം. മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സീനാണ്. കൺഫ്യൂഷൻ തീർക്കണമേ. അങ്ങനെ നമ്മളിത് ബാത്റൂമിലേക്ക് നടന്ന് പോവുകയാണ്, ബ്രഷും ടൂത്ത് പേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. അപ്പം നമ്മൾ ബാത്റൂമിൽ വന്ന ടൈമിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കണ്ടില്ലേ, അധികം ആൾക്കാരൊന്നും കാണുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ കയറിയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇനിയിപ്പോൾ ഇടിച്ച് തെറിപ്പിക്കാൻ പാകത്തിനായിരിക്കും തിരക്കുണ്ടാവാൻ നമുക്ക് പറയാതെ തന്നെ അറിയാം. അപ്പോൾ നിങ്ങൾക്കത് കാണുന്നുണ്ടാവും, നമ്മുടെ ബാക്കിൽ കൂടി എല്ലാവരും കൂടി ഇടിച്ച് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇനി നല്ല തിരക്കിൻ്റെ മേളമായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ഇനി ബ്രഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഫേസ് ഓൾറെഡി ട്രെയിനിൽ നിന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ബ്രഷ് ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്തേക്കാം. അപ്പോൾ അതേ നമ്മളിത് ബ്രഷൊക്കെ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ അത് പൈങ്കിളിൻ്റെ ബ്രഷിലാട്ടോ ഞാൻ പേസ്റ്റ് കൊടുത്തത്. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് പേസ്റ്റ് വേണം ബ്രഷ് ചെയ്യുമ്പോൾ. അപ്പം അമ്മ പറയും അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുമ്പോഴേ എൻ്റെ അമ്മേൻ്റെ ബ്രഷ് ഒരേപോലെ, അപ്പോൾ എന്തായാലും ഒരിക്കലും മാറിപ്പോയില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ എൻ്റെ ബ്രഷിൽ ഞാൻ ടൂത്ത് പേസ്റ്റ്, ഞാനിപ്പോൾ ആയതുകൊണ്ട് ടൂത്ത് പേസ്റ്റ് ഇച്ചിരിയാണ് യൂസ് ചെയ്തുള്ളൂ. അപ്പോൾ ഞാൻ ഭയങ്കര ടൂത്ത് പേസ്റ്റ് ഇല്ലാതെ എനിക്ക് അങ്ങനെ പല്ലേക്കാൻ പറ്റില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ടൂത്ത് പേസ്റ്റ് നമ്മുടെ ടീത്തിന് ദോഷമാണ്, എങ്കിലും എനിക്ക് ടൂത്ത് പേസ്റ്റ് വേണം ബ്രഷ് ചെയ്യുമ്പോൾ, നല്ലോണം എനിക്ക് വേണം കേട്ടോ. അപ്പം ഞാനിത് നമ്മുടെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ബ്രഷ് വായിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പല്ല് നന്നായിട്ട് നമുക്ക് തേച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ പുതിയ ബ്രഷാണ് കേട്ടോ ഗായ്സ്. അങ്ങനെ ഞാൻ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പൈങ്കിളിനെ നെക്സ്റ്റ് ടേൺ ആയിട്ട്
വായും ബ്രഷൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മമ്മ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടി, ആർക്കറിയാം എന്താന്ന്. അങ്ങനെ ഇതേ മമ്മയും കൈയും മുഖമൊക്കെ കഴുകി ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ബ്രഷൊക്കെ ഒരു കവറിലാക്കിയിട്ട് സേഫ് ആക്കിയിട്ട് നമ്മൾ ബാഗിലൊരു കള്ളിയിൽ നമ്മൾ എടുത്ത് വെക്കും കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ. അങ്ങനെ ഇതേ ബ്രഷൊക്കെ എടുത്ത് നമ്മൾ ബാഗിൽ വെച്ച് കഴിഞ്ഞിട്ട് തോർത്തെടുക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് ഫേസൊക്കെ തുടയ്ക്കാൻ ഉണ്ടായിരുന്നു. അങ്ങനെ തോർത്തൊക്കെ എടുത്ത് ഫേസൊക്കെ തുടച്ച് കഴിഞ്ഞ് നമ്മളതെല്ലാം അവിടെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ആൾക്കാരും നമ്മുടെ എന്താ പറയുക എല്ലാവരും ഡൗട്ട് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ആ വായും പൊളിച്ചൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ കാണുമ്പോൾ തന്നെ അറപ്പാവുന്നില്ലേ ഗൈസ്, ഫുള്ള് വൃത്തികേടായിട്ട് കിടക്കുകയാണ്. ബാത്റൂമിൽ കൂടി ചെരുപ്പിടാതെ കയറുന്നു, അതുപോലെ തന്നെ ഇറങ്ങുന്നു. മൊത്തം എന്താ പറയുക ഒരു ഹൈജീൻ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. പക്ഷേ ഈ സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ട എന്താ പറയുക അവസ്ഥയാണ്. അപ്പോൾ നമ്മളതെല്ലാം ഫേസ് ചെയ്യണം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം എന്ത് ചെയ്യുന്നു, നമ്മളിനി ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ ഓർക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിനെ ഒന്ന് വിളിക്കുമ്പോഴാണ് നമ്മളിനി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇരുന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാം. നമ്മളും നമ്മുടെ കൂടെയുള്ള കുട്ടികളും എല്ലാവരും ടീച്ചേഴ്സൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടോ ഗൈസ്. 1 hour later. ഗായ്സ് അങ്ങനെ ഏകദേശം നമ്മൾ 2 മണിക്കൂർ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഏകദേശം 5 മണിയോട് കൂടി നമ്മളവിടെ എത്തി. 7 മണിക്കാണ് അവിടെ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങുന്നത് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും നിന്ന് പ്ലാൻ ചെയ്യുകയാണ് നെക്സ്റ്റ് നമ്മൾ എങ്ങോട്ട് പോകണം. അപ്പോൾ നമുക്ക് എന്തിനൊരു പ്ലാനിങ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സും കുട്ടികളും നമ്മളെല്ലാവരും കൂടി പ്ലാനിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് മമ്മേൻ്റെ കവിളിലൊരു കുരു പൊട്ടി കുറേ ബ്ലഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഇതൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിനി എങ്ങോട്ട് പോവാണ്, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ നമുക്ക് നല്ല വിശപ്പുണ്ടാവുന്ന കാര്യം എല്ലാവർക്കും അറിയില്ല. പ്രത്യേകിച്ച് വിശന്ന് കഴിഞ്ഞാൽ ഞാൻ അടങ്ങിയിരിക്കാത്ത ഒരാളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള ആളാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി നടക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സൂര്യനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നല്ലോണം വെളിച്ചം വ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ട്രിവാൻഡ്രം മുഴുവൻ. അപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്കാണ് നടന്നു പോകുന്നത്. അപ്പം നമ്മളും കുട്ടികളും എല്ലാവരും സേഫായി സൈഡിൽ കൂടി നമ്മുടെ ഫുഡ് പാത്തിൽ കൂടിയിട്ടാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ടൈമിലാണ് എൻ്റെ ബാക്കിൽ കുറച്ച് പേര് വന്നത്. അവരെന്തോ പറഞ്ഞു ഗൈസ്, മാറാൻ അതൊന്ന് പറഞ്ഞു. ഞാൻ ഈ ക്യാമറ നോക്കി കിടന്നുകൊണ്ട് അവർ കണ്ടില്ല കേട്ടോ. എന്തായാലും അതൊരു അടിപൊളി കോമഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോമഡിയൊക്കെ അടിച്ച് നമ്മൾ ഫ്രണ്ടിലേക്ക് നടന്ന് നീങ്ങി നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് വന്ന് നമ്മൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് നമ്മളിപ്പോൾ നടന്ന് പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഹോട്ടലിലേക്കാണ് ഇപ്പം ആക്ച്വലി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹോട്ടലിൽ പോയി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഇവിടുന്ന് ബസ് കയറി നമുക്ക് നമ്മുടെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത്. ഞാനാണെങ്കിൽ ഹോട്ടലിൻ്റെ പേര് ഞാൻ എടുത്തില്ല. അപ്പോൾ അങ്ങനെ ഹോട്ടലിൽ കയറിയപ്പോൾ തന്നെ എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് മിഴിപ്പിക്കുന്നുണ്ടായിരുന്നു. കാര്യം ഈ ക്യാമറയിൽ എല്ലാവർക്കും വരാനൊന്നും താല്പര്യം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ എന്നെ നീ എടുത്തില്ലേന്ന് ചോദിച്ചിട്ട് നമ്മുടെ നേരെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനും പറ്റില്ല. കാര്യം നമ്മൾ അവരെ എല്ലാവർക്കും എടുക്കുന്നത്, അവർ ക്യാച്ചായി പോയി നമ്മുടെ കുഴപ്പമില്ലല്ലോ. അപ്പം നമ്മളങ്ങനെ ഈ ഹോട്ടലിൽ കയറിയപ്പോൾ ഈ ഹോട്ടൽ വളരെ സ്പെഷ്യലായിരുന്നു. കണ്ടില്ലേ, സത്യം പറഞ്ഞാൽ കുത്തുബ് മിനാർ പോലെ ഉണ്ടായിരുന്നു. നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പൊന്നുമല്ല, നമ്മൾ എന്താ പറയുക ഊർച്ചാമ്പുറം പോലെ മുകളിലേക്ക് കയറും തോറും അതിൻ്റെ സൈഡിലായിട്ട് കല്ലും കൊണ്ടുള്ള സീറ്റുകൾ വന്നിട്ട് അടിപൊളി. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര സ്പെഷ്യലായിട്ടുള്ള ഒരു എന്താ പറയുക ഹോട്ടൽ കാണുന്നത്. പിന്നെ സൈഡിലായിട്ട് അടുക്കളയും വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ സൈഡിൽ കുറേ സീറ്റുകൾ, ചെയറൊന്നും അല്ല, ഇങ്ങനത്തെ കുറേ സീറ്റുകളായിരുന്നു. എന്തായാലും വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെയായിരുന്നു. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഡിസൈനിങ് ഒക്കെ വന്നിട്ട്. അപ്പോൾ എന്തായാലും സൂപ്പറായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഒരു ഹോട്ടൽ എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ അടിപൊളി പറഞ്ഞ് ഞാൻ മടുത്ത് ഗൈസ്. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് കണ്ടില്ലേ ജനലിൻ്റെ ഡിസൈൻ പോലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മുകളിലായിട്ടും താഴെയായിട്ടും നമ്മുടെ കൂടെയുള്ള കുട്ടികളും ടീച്ചേഴ്സൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു വെള്ളം കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പം നമ്മളിനി എന്ത് ചെയ്യാൻ പോവാണ്, ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം രാവിലെ പൊറോട്ട കഴിക്കുന്നതാണ് എനിക്കിഷ്ടം, കാരണം വിശക്കൂല. അതുകൊണ്ട് തന്നെ പൊറോട്ടയാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ ഒരു പൊറോട്ട മതി എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു ഇവിടുത്തെ പൊറോട്ട ചിലപ്പോൾ നല്ല ചെറുതായിരിക്കും, അതുകൊണ്ട് 2 എണ്ണം പറഞ്ഞു. ഞാൻ 2 എണ്ണം പറഞ്ഞപ്പോൾ എന്താ വലിയ പൊറോട്ട വന്ന് ഫ്രണ്ടിലിരിക്കുന്നു. 2 പൊറോട്ട ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല ഗായ്സ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു പൊറോട്ട ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് കഴിക്കാം. അപ്പോൾ 2 പൊറോട്ട ഇപ്പോൾ വന്നിട്ടുണ്ട് എന്തായാലും ഫ്രണ്ടിൽ. ഇനിയിപ്പോൾ കഴിക്കാൻ നമുക്ക് രക്ഷയില്ല, ഫുഡ് വേസ്റ്റ് ആക്കുന്നതുകൊണ്ട് എനിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ 2 പൊറോട്ടയെ നമുക്ക് എങ്ങനെയും കഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അടിപൊളി ചൂട് പൊറോട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളും ടീച്ചേഴ്സൊക്കെ എന്താണ് ഓർഡർ ചെയ്തത് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമ്മളിവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുട്ടക്കറിയും അതുപോലെ തന്നെ പൊറോട്ടയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് മുട്ടക്കറിനൊപ്പം പൊറോട്ട കഴിക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് നോൺ വെജ് കഴിക്കുന്നതാണ് പൊറോട്ടയുടെ കൂടെ ഇഷ്ടം. അപ്പോൾ മോർണിംഗ് ആയതുകൊണ്ട് നമ്മൾ മുട്ട പറഞ്ഞു കേട്ടോ. എന്തായാലും മുട്ടേനെ ചാറ് കൂട്ടി ഞാൻ പൊറോട്ട കഴിക്കാൻ പോകുന്നില്ല, കാരണം എനിക്ക് ഇഷ്ടമല്ല.
എനിക്ക് മുട്ട സെപ്പറേറ്റ് കഴിക്കുന്നതിന് ഇഷ്ടം, അതുപോലെ പൊറോട്ട സെപ്പറേറ്റ് കഴിക്കുന്നതിന് ഇഷ്ടം. മമ്മേനെ നിർബന്ധത്താലാണ് ഞാൻ കറിയും കൂടി വാങ്ങിയത്. അപ്പോൾ എന്തായാലും ഈ കറിയും നമുക്ക് കൂട്ടി കഴിച്ചേ പറ്റുള്ളൂ. എന്തായാലും ഞാൻ കറി കൂട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇതാ നമ്മുടെ ചായ അറ്റ് ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായക്ക് നല്ല കടുപ്പൊക്കെ ഉണ്ടായിരുന്നു, നല്ല രുചിയുള്ള ചായ ആയിരുന്നു കേട്ടോ. അപ്പം ഫുഡ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിനി കഴിച്ച് നോക്കാം. കറീൻ്റെ സിറ്റുവേഷൻ നമുക്കറിയില്ല എന്താണ്. അപ്പോൾ കറി കൂടി നമുക്കൊരു തിന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കഴിക്കാം. അപ്പോൾ ഇച്ചിരി കറി എൻ്റെ പാത്രത്തിൽ വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കറി എവിടെ ആക്കാതെ കഴിച്ചപ്പോഴാണ് വീണത്. പക്ഷെ നമ്മുടെ മുട്ടക്കറിക്ക് ഭയങ്കര മധുരമായിരുന്നു കേട്ടോ. എനിക്കത് തീരെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ എനിക്ക് കറികൾക്ക് എരിവുള്ളതാണ് ഇഷ്ടം, മധുരക്കറി എനിക്ക് ഇഷ്ടേ അല്ല, ഉള്ള കാര്യം പറയാലോ. അപ്പോഴാണ് ഗായ്സ് നമ്മൾ അടുക്കി, അതായത് നമ്മൾ ഇരിക്കുന്നതിന് തൊട്ട് താഴെ വേറൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ ഒരു അടിപൊളി സീനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ചേട്ടൻ നിന്നിട്ട് നമ്മുടെ പൊറോട്ടയ്ക്കുള്ള മാവ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ളൊരു സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ എന്തായാലും കുഴച്ച് മടുത്തിട്ടുണ്ട്. അപ്പോൾ പൈങ്കിളിയും അമ്മ ഇത് കണ്ട് അന്താളിച്ചിരിക്കുന്ന സീനാണ് ഗൈസ് നമ്മളീ കാണുന്നത്. അപ്പോൾ മോർണിംഗ് തന്നെ വന്നുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പം ഈ ജനൽ വഴിയാണ് നമ്മളിത് കണ്ടത് കേട്ടോ. അപ്പം എന്തായാലും ചേട്ടൻ കഷ്ടപ്പെട്ട് മാവ് എന്താക്കിയെന്ന് ദൈവത്തിനറിയാം. അങ്ങനെ നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് എല്ലാവരും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബേക്കൊക്കെ പൊക്കി പിടിച്ച് നമ്മൾ നേരെ എങ്ങോട്ട് പോവുകയാണ്? തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി അവിടെ നിന്ന് നമുക്ക് നേരെ ബസ് കയറണം കേട്ടോ. അങ്ങനെ നമ്മളിത് നടന്ന് നീങ്ങണം. അപ്പോൾ ഷൂവിന് ഗ്രിപ്പിലെ പണി കിട്ടും, കാരണം നമ്മൾ അടിച്ചു കുത്തി നിലത്ത് കിടക്കും. കാരണം ഞാൻ പറഞ്ഞ ഒരു ഊർച്ചാമ്പുറം പോലെയാണ്. അപ്പം നല്ല പാട്ടൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാട്ടിൻ്റെ ഒരു ആവേശത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ചില്ലിങ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനാണ് കാര്യം നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മളിപ്പോ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം. ഓക്കെ ഗായ്സ്, ലെറ്റ്സ് ഗോ. വാ, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഒത്തിരി ബസ്സുകളുണ്ട് ഇവിടെ. ഇതിന്റെ സത്യം പറഞ്ഞാൽ ഇതിന്റെ തല ഏതാ വാല എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ എങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗായ്സ്, നമുക്ക് കയറി പോവാം. ഗായ്സ് ഇവിടെ കേട്ടോ. ഞാനങ്ങോട്ടൊരു ഗായ്സ്, അപ്പോൾ ഒരുപാട് കടകളൊക്കെ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട്. എല്ലാവരും സത്യമാണോ? കുറഞ്ഞെടുക്കല്ല വില 50 രൂപ. എൻ്റെ മോനെ, അപ്പൊ ഏറ്റവും നല്ല നമ്മുടെ വയനാട് തന്നെയാണ് അല്ലേ? ഐ ലവ് വയനാട്, ബട്ട് ഐ ലവ് ഓൾ, ഐ ലവ് എവറിത്തിങ്, everywhere. Yes, am I right? Yeah. Nice guys, nice. Later. അപ്പൊ നമ്മുടെ ബസ്, ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പൊ നമുക്ക് പഴയ പോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലാണ് സീറ്റ് എടുത്തിരിക്കുന്നത്. ലെറ്റ്സ് ഗോ ഗായ്സ്, സിറ്റ് ഹിയർ. ഒന്നും പറയണ്ട, ഞാൻ അപ്പുറത്തോട്ടോ. ഓക്കെ ഗായ്സ്, അതന്നെ നമുക്ക് പഴയ പോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് സീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാവരും ബസ്സിൽ കയറി ഇരിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിലേക്ക് കുട്ടികളും ടീച്ചേഴ്സൊക്കെ കയറി ഇരിക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ ഓരോ കാര്യത്തിൽ ബിസിയാണ്. അപ്പോൾ രാവിലെ സമയം ഇപ്പോൾ 7:52 ആയിട്ടുള്ളൂ. എന്തായാലും മോർണിംഗ് നല്ല രസമുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രം കാണാൻ നമ്മുടെ പത്മനാഭസ്വാമീൻ്റെ മണ്ണിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. എനിക്കത് ഓർക്ക് ഭയങ്കര സന്തോഷമാവാണ് അല്ലേ? അതെ. യെസ് ഗൈസ്, അപ്പോൾ ഇനി ബസ് കുറച്ച് സമയത്തിന് ശേഷം എടുക്കുമായിരിക്കും. നമുക്ക് നേരെ പോകാം. ഗോയ്സ്, ഒരു വിഷമിപ്പിക്കുന്ന കാര്യമാണ്. എൻ്റെ ഫോണിനാകെ കാണിച്ചു തരാം. എത്ര പെർസെൻറ്റേജ്? ഓനോ 18% ലെഫ്റ്റ് ഉള്ളൂ ഗായ്സ്. എനിക്ക് അറിയത്തില്ല, എൻ്റെ ഫോൺ ചത്തു പോകുന്നു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. നമ്മളെങ്ങനെ ബ്ലോഗ് ചെയ്യും? ഭയങ്കര വിഷമമുണ്ട് ഗായ്സ്. ഗായ്സ്, അപ്പോൾ നമ്മുടെ ബസ് ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ പങ്ക? ഗായ്സ്, അപ്പോൾ നമ്മുടെ ബസ് 8 മണിയോട് കൂടി എടുത്ത് നമ്മൾ നേരെ പോകാൻ പോകുന്നത് നമ്മുടെ നെയ്യാറ്റിൻ കരയിലേക്കാണ് കേട്ടോ. ഗായ്സ്, ഇപ്പോൾ നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ഒരു അടിപൊളി അമ്പലമുണ്ട്. ഇത് ആരുടെ അമ്പലമാമ? വിഘ്നേശ്വരൻ്റെ ടെമ്പിളാണ്. അപ്പോൾ നമ്മുടെ ബസ് എങ്ങനെ എടുത്തിട്ടുണ്ട് ഗായ്സ്? അപ്പോൾ നമുക്ക് ഓൺ ദ വേ പോകാം. എല്ലാവരും ബസ്സിലിരിക്കുവാണ്. അപ്പോൾ ആരും സത്യം പറഞ്ഞാൽ എനിക്ക് കാണുന്നില്ല.
പിന്നെ ക്യാമറ വരാൻ എല്ലാവർക്കും ഒന്നും വലിയ ഇഷ്ടമൊന്നും അല്ല കേട്ടോ, നമ്മളെ പോലെ അല്ലല്ലോ ആരും അല്ലേ. പലവിധാണ്. അതെ അതെ. അപ്പൊ ഇഷ്ടമുള്ളവരൊക്കെ വരെ ഇഷ്ടമില്ലാത്തവരൊക്കെ പോവാ, ആര് വന്നാലും ഞാനുണ്ടാവും അല്ലേ. അതൊക്കെ എത്ര ഉള്ളൂ ഗൈസ്. യെസ് ഗൈസ്, ഈ വഴിയല്ല ആ വഴി ഞാൻ പറഞ്ഞു തരണം. ഓ വാവ്, നമ്മുടെ ട്രെയിന് ഭായ് എന്ത് രസം, ആകാശം കാണാൻ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കാഴ്ചകൾ നമുക്ക് കാണാൻ ഇനി മുന്നോട്ട് കിടക്കുവാണ്. പക്ഷേ എൻ്റെ ഫോണിൻ്റെ കാര്യം തീരുമാനമാവുന്ന എനിക്ക് നല്ല വിഷമമുണ്ട്, അതാണൊരു വിഷമമുള്ളൂ ഗൈസ്. ലെറ്റ്സ് ഗോ. ഇത് കുറേ നേരമായി ലെറ്റ്സ് ഗോ ഞാൻ പറയാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ട്രിവാൻഡ്രം വഴിയോരങ്ങളിൽ കൂടി നമ്മൾ പോവാണ് ഗൈസ്. അരമനയോ? അപ്പൊ കരമണ ഗായ്സ് ഇപ്പോൾ ഒത്തിരി ടെമ്പിൾസ് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ പഴവങ്ങാട് ടെമ്പിളും കണ്ണിലേക്ക് വെയിൽ, പത്മനാഭസ്വാമി ടെമ്പിളൊക്കെ നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്താണ് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ മുഖത്തേക്ക് നല്ല വെയിലടിക്കുന്നുണ്ട്. ആറ്റുകാലൊക്കെ എവിടെയാണ് ഗായ്സ്. നമ്മളൊരു KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാവേ. ഗായ്സ് നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുട്ടികൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള കുട്ടികളും എല്ലാവരും ഉണ്ട്. മൊത്തത്തിൽ തിരക്കാണ്. രാവിലത്തെ തിരക്ക് നിങ്ങൾക്ക് അറിയില്ലേ, സ്കൂളിൽ പോകാനുള്ള തിരക്ക് തിരക്ക് തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങി ഇവിടെ നിൽക്കുവാണ്. നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണാം അല്ലേ മമ്മ. ഗായ്സ് അങ്ങനെ നമ്മൾ 8:45 നമ്മൾ നെയ്യാറ്റിൻകര KSRTC ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്നാണ് നമ്മുടെ അടുത്ത ബസ്സിലാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. എങ്ങോട്ട്? നമ്മുടെ കുളത്തൂർ സ്കൂളിലേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് അടുത്ത ബസ് വന്ന് അതിനാണ് നമ്മളിനി പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്കറിയാലോ, ഒരുപാട് യാത്രക്കാർ നമ്മുടെ ബസ് സ്റ്റാൻഡിലുണ്ട്. നമ്മളെ കൂടെയുള്ള കുട്ടികളും ടീച്ചേഴ്സും അതുപോലെ തന്നെ സ്കൂളിൽ പോകാൻ നിൽക്കുന്ന വേറെ ഒരുപാട് കുട്ടികളും എല്ലാവരും നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ബാഗൊക്കെ ഹാങ് ചെയ്ത് എല്ലാവരും ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല ചിന്തിക്കുന്നത്, നമ്മുടെ ബസ് എവിടെ പോയി എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ പ്രോപ്പർട്ടീസ്, ഗിറ്റാർ, അതുപോലെ തന്നെ നമ്മുടെ കീബോർഡൊക്കെ ഹാങ് ചെയ്തുകൊണ്ടാണ് അത്. അതേപോലെ നമുക്ക് കെയർ ചെയ്യണം, എവിടെ തട്ടുമുട്ട് ചെയ്ത പണി കിട്ടില്ലേ. അങ്ങനെ നമുക്കിതേ നമ്മുടെ കുളത്തൂർ സ്കൂളിലേക്കുള്ള ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ KSRTCയിൽ നോക്കുന്ന ടൈമിൽ 2 സീറ്റുള്ളൂ, 3 സീറ്റ് ഇല്ല ഗായ്സ്. സാധാരണ നിങ്ങൾക്ക് അറിയില്ലേ, ഫ്രണ്ട് സീറ്റിൽ മാത്രം 2 സീറ്റ് ഉണ്ടാവും, പിന്നെ ബാക്കിയൊക്കെ 3 സീറ്റ് ആയിരിക്കും. ഇതുണ്ട് 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഫ്രണ്ടിലും ഇവർ 2 ബാക്കിലും. അപ്പൊ എല്ലാരും ബസ്സിൽ കയറുവാണ്. അങ്ങനെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ വേറെ കുറേ, അതായത് ആ കുളത്തൂർ സ്കൂളിലൊക്കെയുള്ള വേറെ ഒത്തിരി ആൾക്കാർ നമ്മുടെ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു ഗായ്സ്. അങ്ങനെ ഏകദേശം 9:30 കൂടി നമ്മുടെ നെയ്യാറ്റിൻകരയിൽ നിന്ന് നമ്മുടെ കുളത്തൂർ സ്കൂളിലേക്കുള്ള KSRTC ബസ് ഇത് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ബസ് ഇത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബസ് മൊത്തത്തിൽ ആൾക്കാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ കുളത്തൂർ സ്കൂളിലേക്കുള്ള ഒത്തിരി പേരുണ്ട്. അതുപോലെ തന്നെ അവിടെ വഴിയോരങ്ങളിൽ ഇറങ്ങാനുള്ളവരുണ്ട്. അങ്ങനെ കുറേ പേര് നമ്മുടെ ബസ്സിലുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് സുഖമായിട്ടുള്ള യാത്ര തന്നെയായിരുന്നു, ഫ്രണ്ട് സീറ്റിൽ തന്നെ. എനിക്കതാണ് ഇഷ്ടം. എന്തായാലും ഫ്രണ്ട് സീറ്റിലാണ് എനിക്ക് കൂടുതൽ ഇരിക്കാനായിട്ട് ഇഷ്ടമുള്ളത്. അപ്പോൾ അവർ തൊട്ട് ബാക്കിലുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരൊക്കെ ബാക്കിലായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ബസ് ഡയറക്റ്റ് നമ്മുടെ കുളത്തൂർ സ്കൂളിലേക്കാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ട്രിവാൻഡ്രം ആണ് നമ്മൾ ഈ മോർണിംഗ് വ്യൂ ആണ് ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗായ്സ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മളിതാ നമ്മുടെ കുളത്തൂർ സ്കൂളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ മുകൾ ഭാഗത്തിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ടെക്നിക്കൽ സ്കൂൾ കലോത്സവം നടക്കുന്ന നമ്മുടെ കുളത്തൂർ സ്കൂളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ബസ്സിലുണ്ടായിരുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെയുള്ള കുട്ടികളും ടീച്ചർമാരും അല്ലാതെ വേറെ ഒത്തിരി കുട്ടികളും ടീച്ചർമാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒത്തിരി പേര് നമ്മുടെ ഈ KSRTC ബസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ബസ് ഇനി ഇവിടുന്ന് തിരിച്ച് നെയ്യാറ്റിൻകരയ്ക്ക് ഇവിടുന്ന് തിരിച്ച് പോകും. അപ്പോൾ ഇവിടെ വരെയാണ് ലാസ്റ്റ് സ്റ്റോപ്പ് എന്നാണ് ഗൈസ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി എല്ലാവരും നമ്മുടെ കുളത്തൂർ സ്കൂളിലേക്ക് നടക്കുകയാണ്. അപ്പോൾ സ്കൂളിൻ്റെ മുകൾ ഭാഗത്താണ് നമ്മുടെ ബസ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് താഴേക്ക് നമ്മുടെ സ്കൂളിലേക്ക് നമ്മളിനി നടന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പെട്ടിയും പ്രമാണമൊക്കെ ചുമന്നുകൊണ്ട് നമ്മുടെ സ്കൂളിലേക്ക് ഇനി ഓൺ ദ വേ പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ടെക്നിക്കൽ ഹൈസ്കൂളിൻ്റെ സംസ്ഥാന കലോത്സവം നമ്മുടെ കുളത്തൂർ സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ എൻട്രൻസിലാണ് ഗായ്സ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ കലാപ്രതിഭകൾക്ക് കുളത്തൂരിൻ്റെ കാവ്യമണ്ണിലേക്ക് സ്വാഗതം.
നമ്മളങ്ങനെ കലോത്സവത്തിന്റെ നടക്കാൻ Entry ആണ് guys. കലോത്സവം നടക്കാൻ പോകുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെല്ലാവരും സ്കൂളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പോൾ അവിടുത്തെ ദേവിയാണോ അത്? അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അവിടെ പ്രാർത്ഥിച്ചിട്ട് വരാം. അപ്പോൾ ദേവിയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ദേവിയല്ലേ? ആ അതെ ദേവിയാ. ഫസ്റ്റ് ദേവീൻ്റെ അടുത്ത് അയ്യപ്പനാ. അപ്പോൾ നമുക്ക് അയ്യപ്പ സ്വാമീൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാം. അപ്പോൾ അയ്യപ്പ സ്വാമിയുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കലാപ്രതിഭകൾക്ക് സ്വാഗതം. വാവ്, എന്നെ സ്വാഗതം ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്കൂളിലേക്ക് വേഗം എൻട്രി. നമ്മുടെ സ്കൂളിലെ സ്റ്റുഡൻസ് അവരെല്ലാവരും ചെന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്കൂളത്തെ കുട്ടികളെ കാണാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പോവാം. അവരവിടെ നിൽക്കുമ്പോൾ നമുക്ക് കയറി കിടക്കാം. അങ്ങനെ നമ്മുടെ ടെക്നിക്കൽ സ്കൂളിലെ സംസ്ഥാന കലോത്സവം നടക്കുന്ന നെയ്യാറ്റിൻകര നമ്മുടെ ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളായ കുളത്തൂർ സ്കൂളിൽ നമ്മളിപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 15, 16, 17, 18 ആണല്ലോ നമ്മുടെ കലോത്സവത്തിൻ്റെ തീയതികൾ. അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ടെക്നിക്കൽ സ്കൂൾ, അതായത് 45ാമത് ഓൾ കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ആർട്ട് ഫെസ്റ്റാണ് അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 45ാമത്തെ. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ അവർ ഹാജരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക. അവരെ കണക്കെടുപ്പിലൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒത്തിരി പ്ലാൻസ് ഒക്കെ കൊണ്ട് അവരിവിടെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ THS കുളത്തൂർ എന്നും പറഞ്ഞിട്ട് അവരിവിടെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്, പ്ലാൻസും കൊണ്ടൊക്കെ. അപ്പോൾ ഏകദേശം പരിപാടികളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പം 15, 16, 17, 18 ഈ 4 ദിവസങ്ങളിലാണ് ഈ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ വിളിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരോടും എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഗായ്സ് അപ്പോൾ നമ്മൾ ആക്ച്വലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണെന്നറിയോ? നമ്മുടെ സ്കൂളിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ സ്കൂളിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പം എല്ലാവരും ഇത് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. പെട്ടിയൊക്കെ വലിച്ചുകൊണ്ട് എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റാളുകളൊക്കെ നമ്മുടെ സ്കൂളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെയ്യാൻ തോന്നുന്നു. പൈസ കൊടുക്കണമെന്നൊന്നും അറിയത്തില്ല. അതെ അതെ അതെ. അപ്പോൾ നമ്മുടെ മമ്മ അപ്പോൾ നമുക്ക് നടക്കാം അല്ലേ? അടിപൊളിയായിട്ട് നമ്മുടെ റെയിൻബോ കളറിൽ അടിപൊളി ഒരു ടെൻറ്റ് പോലെ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഓപ്പൺ സ്റ്റേജാണ് ആ കാണുന്നത്. വാവ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടോ പോവുകയാണ്. നമുക്ക് നടന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? അതെ അതെ, നൈസായിട്ടുണ്ട്. നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതെ. ഇപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ ഗാർഡനിലാണെന്ന് തോന്നുന്നു എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇരിക്കാനും ഊരാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അതിൽ ഊരണമെങ്കിൽ കഴിച്ച് ഇവിടുന്ന് ഊരാം. സ്ലൈഡർ ഉണ്ട്, സീസോ ഉണ്ട്, പിന്നെ വട്ട കറങ്ങുന്ന സാധനമുണ്ട്, പിന്നെ പിടിച്ച് കയറുന്ന സാധനമുണ്ട്. അപ്പോൾ നമുക്ക് പറ്റിയതെല്ലാം ഇവിടെ കുഞ്ഞാഴ്ച നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ അപ്പുറത്തുണ്ട്. തവളയാ? അതെ അതെ. അവിടെ 2 സിംഹക്കുട്ടന്മാർ ഇവിടെ വായും പൊളിച്ചിട്ടുണ്ട്. അയ്യോ എൻ്റെ കൈ കടിച്ച് കൈ സിംഹം കടിച്ചോണ്ട് പോയി. അപ്പോൾ അവിടെ വലിയൊരു ഗ്ലോബിൻ്റെ അടിപൊളി സംഭവം ഇവരിവിടെ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് ഗൈസ്. നല്ല ഗാർഡൻ ഏരിയ ആണ്. ഇത് അവിടെ കുളമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇത് അവിടെ ആനയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. വാവ്, സോ നൈസ്. വാവ്, ഇത് എല്ലാ സ്ഥലമുണ്ട്. ഇന്ത്യ എവിടെയാ? ഇന്ത്യ നമ്മൾ കണ്ടുപിടിച്ച് ആനേനെ കണ്ടോ? അപ്പോൾ ആന അവിടെ നിൽപ്പുണ്ട്. ചോട്ടാഭീമുണ്ട്. ചോട്ടാഭീം അവിടെ ഭീമിന് മൂക്കില്ലാതെ ഭീം കി ശക്തി ധൂം മച്ചാലേ. പക്ഷെ ഭീമിന് മൂക്കില്ലാതെ പോയി. അപ്പോൾ നമ്മളെ മമ്മ അവിടെ തന്നെ വിളിക്കുന്നുണ്ട്. നമുക്ക് ഈ ക്ലാസ് റൂമിലായിരിക്കും ഇനി സ്റ്റേ ഒക്കെ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് കാര്യം എനിക്ക് തോന്നുന്നത്. ഉറുമ്പിൻ്റെ കൂടെ ആയിരിക്കും കഴിച്ച് നമ്മൾക്ക്. പക്ഷേ എന്താ പറയുക, കടുവയ്ക്കുണ്ട് കഴിച്ച്. കാക്കയും പൂമ്പാറ്റയും എല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. അതെ അതെ അതെ. ഇനിയിപ്പോൾ കൂട്ടിലാരും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കയറാം. കുറേ ഡെക്കറേഷൻസ് ഒക്കെ
ഗായ്സ് അപ്പോൾ നമ്മളിനി ഇവിടെ നിന്നിട്ടാണ് ഡ്രസ്സ് മാറുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഫോൺ കുത്തിയിടാനുള്ള വല്ല ചാൻസ് ഉണ്ടോ ഞാൻ നോക്കട്ടെ. ഫോണിന് ഇപ്പോൾ ആകെ 9% ഉള്ളൂ കേട്ടോ. വേഗം ഫ്രഷപ്പ് ആയിട്ട് വരാം കേട്ടോ. 1 hour later. ഗായ്സ് അങ്ങനെ നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം ഫ്രഷപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഡ്രസ്സൊക്കെ മാറി, എല്ലാവരും ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ റൂമിൽ നിന്ന്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ബാഗൊക്കെ എടുത്ത് ഇവിടുന്ന് സ്ഥലം വിടാൻ വേണ്ടി പോവാണ്. ഇവിടെ ബാത്റൂമൊക്കെ താഴേക്കായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വേറെ ഏതോ സ്ഥലത്തേക്ക് പോകുമ്പോൾ നെക്സ്റ്റ് ഗായ്സ് സർഫെടുത്തില്ലേ ഗായ്സ്. അപ്പോൾ നമ്മളിനി എങ്ങോട്ടാ പോകുന്നത് അറിയോ? ഇല്ലല്ലോ, നമുക്കറിയില്ല നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. അത് നമ്മൾ ഫുൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം, അവരും കൂടി വരട്ടെ കേട്ടോ. ഗായ്സ് ഇപ്പോൾ നമ്മൾ കോസ്റ്റ്യൂമൊക്കെ മാറി ഫ്രഷപ്പായിട്ട് എൻട്രൻസിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പം ഇവർക്കുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റപ്പ് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഗായ്സ്, അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്തിലുള്ള എല്ലാം, അതായത് നമ്മുടെ 49 ടെക്നിക്കൽ സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ് നമ്മുടെ ഈ ടെക്നിക്കൽ കലോത്സവം പൊടിപൂരാക്കാൻ വേണ്ടിയിട്ട് വരാൻ പോകുന്നത്. പൈങ്കിളിന്റെ ഐറ്റംസ് ഇന്ന് കാര്യമായിട്ടൊന്നുമില്ല. ഇല്ല ഗൈസ്, നാളെ നാളത്തെ കഴിഞ്ഞൊക്കെ ആയിട്ടാണ് ഐറ്റംസ് വരുന്നത്. യെസ്, അപ്പോൾ പൈങ്കിളിക്ക് ഇന്നൊരു ഡേ ഫുൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളുടെയാണ് ഇന്നത്തെ ഐറ്റംസ് ഒക്കെ ഉള്ളത്. കഥാരചന, കവിതാരചന, ഉപന്യാസം, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ പൈങ്കിളിക്കുള്ള ഓഫ് സ്റ്റേജ് പാട്ടുകൾ, ഓഫ് സ്റ്റേജ് ഐറ്റംസ് എന്നാണ്. അപ്പോൾ പൈങ്കിളിക്കുള്ള ഓപ്പൺ സ്റ്റേജ് ഐറ്റംസ് ഒക്കെ എന്താ പറയുക നാളെയാണുള്ളത്. ഭയങ്കര വെയിലാണ്, വെയിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതുപോലെ ഭയങ്കര ചൂടാണ്, അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഡ്രസ്സൊക്കെ എടുത്ത് കളയുന്നുണ്ട് നമുക്ക് ഭയങ്കര അൺസാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല. കാരണം നമ്മൾ വയനാട് പറയുമ്പോൾ മൊത്തത്തിൽ ഭയങ്കര തണുപ്പല്ലേ, അതുകൊണ്ട് നമുക്ക് ചൂട് തീരെ സഹിക്കാം. നമുക്കൊരു സ്ഥലത്ത് പോയാൽ നമുക്ക് സഹിക്കാൻ പറ്റൂല ചൂട്. മമ്മ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മമ്മ ഭയങ്കരമായിട്ട് വേർക്കണം. എനിക്ക് എൻ്റെ കൈ വേർത്തിട്ട് രക്ഷയില്ല, ഓൾറെഡി കൈ വേർപ്പാണ്. മമ്മേൻ്റെ മുഖമൊക്കെ വേർത്തിട്ട് എപ്പോഴും വേർത്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഡീഹൈഡ്രേറ്റ് ആവും അമ്മ വേഗം. സത്യമായിട്ട്. അപ്പോൾ നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. Yes guys, let's see what happening. Yes. 2 ഗായ്സ്, അപ്പോൾ പൈങ്കിളിൻ്റെ ഐഡന്റിഫിക്കേഷൻ കാർഡ് ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ നിന്റെ മോഹം കാണിക്കേ. കഴിച്ചിലിട്ടോ പൈങ്കിളി കഴിച്ചിലിട്ടേക്കാണ്. അപ്പോൾ ടീച്ചേഴ്സ് അത് സ്കൂളിൽ നിന്ന് വാങ്ങി വെച്ച് പിള്ളേർ എടുക്കാൻ മറക്കുമെന്ന് ഓർത്തിട്ട് വെളച്ചിലറിയാം. നേരത്തെ വാങ്ങി വെച്ചാൽ ബാഗ് ഇവിടെ ഇരിക്കുകയാണ്. പോകണോ? നമ്മൾ പോവാന്നാണ് തോന്നുന്നത്. Let's go. Am I right? Yes, you're right. Yeah, let's go. ഗായ്സ്, അപ്പോൾ നമ്മുടെ പൈങ്കിളി രജിസ്ട്രേഷന് വേണ്ടി പോയിരിക്കുവാണ് അവനും അവൻ്റെ ഫ്രണ്ട്സും കൂടി. അപ്പം ഞാനും അമ്മയും കൂടി ഇത് ഇവിടെ നമ്മുടെ ഒരു ബദാമിൻ്റെ മരമുണ്ട്. അപ്പോൾ ആ മരത്തിൻ്റെ തണലിൽ ഇരിക്കാമെന്ന് ഓർത്തപ്പം അതിൻ്റെ സൈഡിൽ നമ്മുടെ ഈ സ്കൂളിൻ്റെ എന്താ പറയുക, എൻ്റെ പേര് ഭിത്തിയോ? ഭിത്തിയുണ്ട്. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സീനുണ്ട്. കാരണം താഴെ കണ്ടോ ഗായ്സ്, വളരെ അപകടമാണ്. മറിഞ്ഞ് കെട്ടി വീണ് കഴിഞ്ഞാൽ താഴെ പോയി കിടക്കുമേ. അതുകൊണ്ട് എനിക്ക് പേടിയാണ് ഗായ്സ് ഇവിടെ ഇരിക്കാനൊക്കെ. അപ്പോൾ ശ്രദ്ധിച്ചു വേണം നമുക്ക് ഇവിടെ ഇരിക്കാനല്ലേ. നമ്മെ മറിഞ്ഞ് വീഴും, അതാണൊരു സീനുള്ളത്. ഇരിക്കാനാണ് വേറൊരു സ്ഥലവുമില്ല, ഭയങ്കര വെയിലുമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർ വരാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഞാൻ ഓർക്കുകയാണ് ഈ ബദാം മരത്തിൻ്റെ ചോട്ടിലിവിടെ ഇരുന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിറച്ച് കരിയിലയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടേക്കാളും സേഫാണ് അവിടെ അല്ലേ മമ്മ? നമുക്ക് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഗായ്സ്. അപ്പോൾ ഇത്ര നേരമായിട്ട് അവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്താക്കി, അവിടെ അപകടം ആയതുകൊണ്ട് ഞങ്ങൾ ഈ ബദാം മരത്തിൻ്റെ ചോട്ടിലിരുന്നു. അപ്പോൾ ഈ ഒരു ഒറ്റ മരം ഒരുപാട് തണൽ നമുക്ക് തരുന്നുണ്ടല്ലേ. ഈ ഒരു ഒറ്റ മരം ഒരുപാട് തണൽ നമുക്ക് തരുന്നുണ്ട്. കണ്ടോ, നല്ല പടർന്ന അടിപൊളിയാണ്. അപ്പോൾ അവരിതുവരെയായിട്ടും കണ്ടിട്ടില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് മടുത്ത് ഞങ്ങൾക്ക് ഉറക്കം വരാൻ തുടങ്ങുകയാണ്. പിന്നെ ഫോണിൽ ചാർജില്ല ഗൈസ്, അതാണ് വലിയ അവസ്ഥ. മമ്മേൻ്റെ ഫോണിൽ ആകെ 20% ഉള്ളൂ. എൻ്റെ ഫോണിൽ നോക്കുക ആകെ ഞാൻ ഇന്ന് രാവിലെ കുത്തിയിട്ടിട്ട് ആകെ ആയത് 50%. ഇപ്പോൾ അത് കുറഞ്ഞ് 45 ആയിട്ടുണ്ട്. അപ്പം അങ്ങൻ്റെ ഫോണിന് പിന്നെ പറയേ വേണ്ട, 9 or 8 അങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ചാർജ് ചെയ്യാനൊരു സംവിധാനം ഇവിടെ എവിടെയും കാണുന്നില്ല. അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇരിക്കാനുള്ളൊരു സ്ഥലം ഇവിടെ ഇവരൊന്നും സംവിധാനം ചെയ്തിട്ടില്ല. അതിലൊരു വിഷമമുണ്ട്. പിന്നെ അപ്പോൾ നമ്മളിനി വേറെ സ്ഥലത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് സംവിധാനമൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ നമ്മളെ. പിന്നെ ഇവിടെ എല്ലാവരും നിൽക്കുവാണ് കേസ്. അതാണ് നമുക്ക് കാണുമ്പോൾ വിഷമമാകുന്നത്. ഒന്നാമത്തെ വെയിൽ, പിന്നെ രണ്ടാമത്തെ എല്ലാവരും എല്ലാ പിള്ളേരും ഭയങ്കര നിപ്പാണ്. രജിസ്ട്രേഷൻ ചെയ്യാൻ പോയവരോട്ട് കാണുന്നുമില്ല. ഇനിയിപ്പോൾ അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ടോ എന്ന് നമുക്കറിയില്ല.
ഗായ്സ് അപ്പോൾ നമ്മുടെ പങ്കനൊക്കെ വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അമ്മേനെ എഴുന്നേൽപ്പിക്കാം. മമ്മ എഴുന്നേറ്റിട്ടുണ്ട്. വാ നമുക്ക് പങ്കനെ നോക്കിപ്പോ. പങ്കനെ കണ്ടില്ലല്ലോ മമ്മേ. വാ ഗായ്സ്. ഇപ്പോൾ പങ്കൻ്റെ കൂടെ രണ്ട് പിള്ളേർ ഇപ്പോൾ ഇവിടെ വന്നിട്ട് പോയി. പക്ഷെ പൈങ്കിളിനെ ഒന്നും ഇങ്ങോട്ട് കണ്ടില്ല. അവരെവിടെ ഫുഡ് കഴിക്കുവാണോ മമ്മേ? ഫുഡ് കഴിക്കുമെന്ന് തോന്നുന്നുണ്ട് ഗായ്സ്. അറിയില്ല എന്താ അവസ്ഥ. നമ്മൾ വെയിറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ 2-2.5 മണിക്കൂറാവാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നല്ലേ. കുറേ നേരമായി. എന്താ സംഭവം നമുക്കറിയില്ല. 2 hours later. നോക്കട്ടെ. സൂപ്പർ പങ്കനപ്പ ഗായ്സ്. രജിസ്ട്രേഷൻ കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫുഡിനുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് കളഞ്ഞ് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റില്ല 18-ാം തീയതി വരെ കേട്ടോ. 15 മിനിറ്റോ? ഓ അപ്പോൾ പൈങ്ങളിക്ക് എല്ലാം അടുത്തടുത്താണ് ഗായ്സ്. നാളെ സെറ്റാക്കാം. നമ്മുടെ ഫുഡിൻ്റെ കൂപ്പണാണ് ഗായ്സ് ഈ കാണുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോകലടാ. നീ പോകണ്ടല്ലോ. ഞങ്ങളിരുന്നിരുന്ന് മടുത്ത് കത്തു. 11 മണിക്ക് രജിസ്ട്രേഷന് പോയ പൈങ്കിളി നമ്മുടെ അടുത്ത് വന്നത് 1:15 ആയപ്പോഴാണ് കേട്ടോ. അങ്ങനെ ഏകദേശം എന്താ പറയുക 2.25 മണിക്കൂറൊക്കെ പങ്കന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. വിശന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ എൻ്റെ ഗായ്സ്. അപ്പോൾ പൊരിഞ്ഞ വെയിലത്താണ് നമുക്ക് ക്യൂ നിൽക്കേണ്ടത്. എൻ്റെ ടീമേ സഹിക്കാൻ വയ്യ, അത്രയ്ക്ക് വെയിലാണ്. മിക്കവാറും നമ്മൾ വയനാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ നല്ല കരിഞ്ഞ രൂപങ്ങളായിട്ട് തിരിച്ച് വീട്ടിൽ ആടുജീവിതമായി വീട്ടിലെത്തുന്നതാണ് ഗായ്സ് നമുക്ക് തോന്നുന്നത്. പണ്ടാട് ഭയങ്കര നിങ്ങളവിടെ പോയി നിന്നോ, ഞാനിവിടെ നിന്നോളാം. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കിത് ഇവിടെ ഫുഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചോറ്, സാമ്പാർ, അവിയൽ, ക്യാബേജ് തോരൻ, പിന്നെ കിച്ചടി, പിന്നെ അച്ചാർ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ചോറിൽ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇവിടെ നമ്മുടെ വെജിറ്റേറിയൻ ആണ് കേട്ടോ. അപ്പം എല്ലാവരും ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം കുട്ടികളൊക്കെ കഴിച്ചിറങ്ങുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചാണ്. പിന്നെ നമ്മൾ ഇപ്പോഴാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ പൈങ്കിളിക്ക് ഇന്ന് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ സത്യം നമുക്കിത് റെസ്റ്റ് എടുക്കാമായിരുന്നു. എങ്കിലും നമുക്ക് ഈ സ്കൂളത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിഞ്ഞൊക്കെ വീഡിയോ നമുക്ക് എന്തായാലും ഒരു വ്ളോഗ് അത്യാവശ്യമല്ലേ. അങ്ങനെ നമുക്ക് വേഗം ഫുഡ് കഴിക്കാം ഗായ്സ്. അങ്ങനെ ഒരു 15 മിനിറ്റ്സ് എടുത്തുവിടും നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കൈയൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാഷിങ്ങിൻ്റെ സ്ഥലത്തൊരു വലിയ റഷ് തന്നെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോയും കൂടി എടുക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ഫോൺ ഉണ്ടാവും അഴുക്ക് ജാലിൽ. അതിൻ്റെ ആവശ്യമില്ലല്ലോ ഗായ്സ്, എന്തിനാ ചുമ്മാ. അതുകൊണ്ട് തന്നെ എന്താ പറയുക വിഷ്വൽസ് ഒന്നും എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കുമല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിവിടെ ഒരു ഐസ്ക്രീം വണ്ടീൻ്റെ അടുത്ത് ചാരുന്നൊക്കെ കാണുന്നവർക്ക് നമ്മുടെ ഐസ്ക്രീം വണ്ടി വന്നിട്ട് കേട്ടോ. അപ്പോൾ ഐസ്ക്രീം അതിനകത്ത് ഇല്ലാന്നാണ് കേട്ടോ തോന്നുന്നത് ഗായ്സ്. അപ്പോൾ നമ്മുടെ പൈങ്ങളിൻ്റെ കൂടെയുള്ള കുട്ടികൾക്കൊക്കെ ഇന്ന് ഐറ്റംസ് ഉണ്ട്. അത് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ടൈമിൽ നമ്മളിന്ന് മോർണിംഗ് ഇരുന്ന ക്ലാസ്സിലേക്ക് വരികയാണ്. നമ്മുടെ ഉറുമ്പിൻ്റെ ചോട്ടാബീമിൻ്റെ കൂടെ മൂക്കില്ലാത്ത ചോട്ടാബീം നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഭയങ്കര വെയിലാണ് ഗായ്സ്. നമുക്ക് അവിടെ ഒന്നും ഇരിക്കാൻ പറ്റാത്ത അത്തരത്തിലുള്ള വെയിലാണ്. പോയി ക്ലാസ്സിലിരിക്കാതെ ഒരു ഗായ്സ് ഗായ്സ്. ഇപ്പോൾ നമ്മൾ രാവിലെ ഫ്രഷപ്പ് ആവാൻ വന്ന ക്ലാസ്സിലേക്കാണല്ലോ നമ്മളിപ്പോൾ കയറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണൊന്ന് ചാർജും കൂടി ചെയ്യാമെന്ന് ഓർത്ത് നമ്മൾ വന്ന ടൈമിൽ അവിടെ 2 പേര് എന്താ പറയുക ക്ഷീണമൊക്കെ അവിടെ തീർക്കുന്നുണ്ടായിരുന്നു. അപ്പം മമ്മേൻ്റെ ഫോൺ എന്താക്കി, മമ്മ ഒരു 15 മിനിറ്റ്സ് ചാർജ് ചെയ്യാമെന്ന് ഓർത്ത് അവിടെ ചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഫോണിൽ ചാർജില്ല, അപ്പോൾ ഇവരുടെ ഫോണിലും കൂടി ചാർജില്ല. നമ്മൾ വിളിക്കും പറയുകയൊക്കെ എങ്ങനെ ചെയ്യും ഗായ്സ്. അങ്ങനെ നമ്മൾ ഫുഡിന് ശേഷം നമ്മളിവിടെ ഒരു ക്ലാസ് വന്നിട്ട് അങ്ങനെ ഞാൻ പ്രാക്ടീസൊക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ ആ ടൈം കൊണ്ട് എൻ്റെ ഫോൺ ചാർജ് ആവുമായിരുന്നു. അപ്പോൾ എന്തായാലും ഫോണിൽ ഇപ്പോൾ 100% ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ സമയം ഏകദേശം 3:28 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കോട്ടയത്തു നിന്നുള്ള കുറച്ച് കുട്ടികൾ വന്ന് എന്നോട് മിണ്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഡോറയാണ് പറഞ്ഞു ഗൈസ്. ആണോ ഗൈസ്? ഞാൻ ഡോറയാണ്. പൂജിന്റെ ബൂട്ട്സ് കാണിച്ചു കൊടുക്ക്. ഒഴുക്കി കളയണ്ട, മാപ്പിന് വിളിക്കേണ്ടി വരും. എവിടെയാണ് എൻ്റെ ബൂട്ട്സ് പോയത് പറയുന്നേ. അപ്പം നമ്മളിനി നമ്മുടെ റൂമിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ കൊച്ചിനെല്ലാം പ്രാക്ടീസൊക്കെ ചെയ്ത് നോക്കിപ്പിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, പക്ഷെ ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ഗോ ഗായ്സ്. അങ്ങനെ നമ്മൾ ആ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആർട്ട് വർക്കുകളൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. എന്തായാലും എനിക്ക് കൂട്ടിന് ഈച്ചയും ഉറുമ്പൊക്കെ ഉണ്ട്. അതെ.
അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. നമ്മുടെ പങ്ങളുടെ ഫോൺ അവിടെയാണ് കുത്തിയിട്ടേക്കുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് നമ്മളോട് മിണ്ടാണ്. വയനാട് പിള്ളേർ പോലും മിണ്ടുന്നില്ല. സത്യം ഗൈസ്. നമുക്ക് അവരുടെ അവരുടെ വിഷയങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. മുകളിലൊക്കെ ഒരു പ്രാക്ടീസിൻ്റെ യെസ് ഗൈസ്, വട്ടപ്പാട്ടെന്നുള്ളൂ ഗൈസ്. ആ വ്ളോഗറാ ഡീഫോൾട്ട് നോക്കിയാൽ ഗായ്സ്. അപ്പോൾ നമുക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കോട്ടയം മക്കളാണ്. ഹായ് എടുത്തോ. ഓരോക്ക് ഹായ് ഒക്കെ തന്നിട്ടുണ്ട് ഗായ്സ്. നമ്മുടെ കോട്ടയത്തുള്ള മക്കളാണ്. നല്ല ക്യാരക്ടറായിരുന്നു. അവരുടെ കണ്ടപാടെ വന്ന് മിണ്ടിട്ടോ. മക്കളൊക്കെ വന്നിട്ട് എന്താ വേറെ വേറെ ജില്ലയിലുള്ളവരാണ്. അപ്പോൾ നമ്മളോട് മലയാളികളാണോ എന്നൊക്കെയാണോ ചോദിക്കുന്നത്. അതുപോലെ യൂട്യൂബേഴ്സ് ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഗായ്സ് അപ്പം വന്നിട്ട് നമ്മളോട് ചോദിച്ചിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിലെ പേരൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചിലർക്കൊന്നും വീഡിയോയിലേക്ക് വരാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ചിലർക്കാണ് ഇൻട്രസ്റ്റ് ഉള്ളവരും ഉണ്ട് കേട്ടോ. ഇല്ല എന്നല്ല, ഉള്ളവരും ഉണ്ട്. അപ്പം നമ്മളത് ഒക്കെ നോക്കിയിട്ട് വേണ്ടേ എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. യെസ്. അപ്പം നമ്മൾ വേഗം പെട്ടിയൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോവാണ്. ലെറ്റ്സ് ഗോ. കളിക്കേ കളി. ഗൈസ് അപ്പം ഓൺ ദ വേ ചില്ലിംഗ് ആയിട്ടൂടെ പാട്ടൊക്കെ വെച്ചിട്ട് പക്ഷെ നമ്മൾ ഡാൻസ് കളിക്കുന്നുണ്ട്. നമ്മുടെ ഓൺ ദ വേ ചില്ലിംഗ് വൈബായി കളിക്കണം ഗൈസ്. നമ്മള് വിചാരിച്ചതിനെക്കാട്ടും നമ്മുടെ ഫാൻസ് ഹായ് വരുന്നുണ്ട് ഗൈസ്. ആരെ കാണുന്നില്ല. ഗൈസ് നമുക്ക് കളിക്കാൻ വേണ്ടി മാത്രം വെച്ചാൽ തോന്നുന്നു ഗൈസ്. പാട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓൺ ദ വേ ചില്ലിംഗ് വൈബ് ആക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞതല്ല എല്ലാവരും നല്ല ചില്ലിംഗ് വൈബാണ് കേട്ടോ. അതെ അല്ലേ ഗൈസ്? അതെ ഓൺ ദ വേ ചില്ലിംഗ് വൈബാണ്. അതെ ചില്ലിംഗ് വൈബാണ്. ഇപ്പം ഇത് നമ്മുടെ സാംസ്കാരിക ഘോഷയാത്ര വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ആരമാണോ കേൾക്കുന്നത് നമുക്കറിയത്തില്ല. അപ്പം ഇവിടെയുള്ള മക്കൾക്ക് എല്ലാവരും നമ്മുടെ ചില്ലിംഗ് വൈബാണ് ഗൈസ്. എല്ലാവരും വൈബാട്ടോ. സ്റ്റേജിൽ നിന്ന് ഒരു പാട്ട് എടുത്ത ടൈമിൽ നമുക്ക് ടാറ്റയൊക്കെ തന്നായിരുന്നു. പക്ഷേ ബ്രൈറ്റ്നസിൻ്റെ പ്രോബ്ലം കാരണം അവർ പറഞ്ഞത് ടാറ്റ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇല്ല പോട്ടെ ഗൈസ്, സാറില്ല. നമുക്ക് എന്തായാലും കുറെ മച്ചന്മാരൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഘോഷയാത്ര കുറച്ച് സമയത്തിന് ശേഷം വരുന്നതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് വിളിച്ചു ഗായ്സ്. അപ്പം നമ്മുടെ MLA ഒക്കെ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം MLAൻ്റെ കാറൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് കണ്ടിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പാറശാല പ്രസിഡൻ്റൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ടെക്നിക്കൽ സ്കൂളിൻ്റെ കലോത്സവം പൊട്ടിപ്പൂരം തന്നെ ആയിരിക്കും. പൊട്ടിപ്പൂരം തന്നെയാണ്. ഇപ്പം ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതെ, ഒരു സ്റ്റേറ്റ് ലെവൽ. അപ്പം നമുക്ക് മുമ്പോട്ട് കാണാം. അപ്പോൾ ഇത് 2ാമത്തെ ദിവസം ആയപ്പോഴേക്കും ഇത്രയും ആരവമാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കും നമുക്ക് സത്യമായിട്ട്. ഗായ്സ്, അപ്പം നമ്മുടെ പൈങ്കിളിക്ക് പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കപ്പോൾ സാംസ്കാരിക എന്താ മേളയോ ഓക്കെ ആ മേള നമുക്ക് കാണണ്ട. അതിന് മുമ്പ് നമുക്ക് റെസ്റ്റ് എടുക്കാൻ ടൈമിൽ നിന്നാണ് പറയുന്നത്. എനിക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉണ്ട്. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോകണം. അല്ലെങ്കിൽ നല്ല വിശക്കുന്നുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് അതെ കിടന്നാണ് ഞാൻ ഫോൺ ചാർജിങ്. അതാണ് നമുക്ക് ഷോട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പോകണം. ഗായ്സ്, അങ്ങനെ നമ്മളിനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. അപ്പം ഒരു നല്ലൊരു ക്യൂ തന്നെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ഗേൾസിനും ബോയ്സിനും 2 ക്യൂ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ കൂപ്പണൊക്കെ നമ്മളിവിടെ കാണിച്ച് അതൊക്കെ നമുക്ക് അവർ സീൽ ചെയ്ത് തരും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഉള്ളിലേക്ക് ചായ കുടിക്കാനും ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്ക് ആ കൂപ്പൺ വേണമല്ലോ ഓൾറെഡി. അപ്പം നമ്മളിനി നമ്മൾ ചായ കുടിക്കുന്ന അടുത്തേക്ക് നമ്മളിനി എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു വലിയ ക്യൂ തന്നെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ വെയിലുണ്ടായിരുന്നില്ല, അതൊരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ സ്നാക്കായിട്ട് കിട്ടിയിരിക്കുന്ന നമ്മുടെ റോ ആയിട്ടുള്ള, അതായത് നമ്മുടെ വാഴക്കയും കൊണ്ട്
കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്നാക്കായിരുന്നു. പഴുത്ത പഴമല്ല, വാഴയ്ക്കയും കൊണ്ട് ഉണ്ടാക്കിയൊരു സ്നാക്കായിരുന്നു. എന്തായാലും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഗായ്സ്, അടിപൊളി. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൊട്ടും മേളങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ചായ കുടിക്കാൻ പോയ ടൈമിലാണ് കൊട്ടും മേളമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. കൊട്ടുമേളയ്ക്ക് സ്ഥലം വിട്ടു ഗൈസ്. നമ്മൾ ചായ കുടിക്കാൻ പോയ സമയത്ത് നമ്മുടെ മേളമൊക്കെ മുഹൂർത്തം നോക്കിയാണ് ഗൈസ് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ NCC. ഓ, അപ്പോൾ NCC സ്റ്റുഡൻസ് ആണ് ഗൈസ് ഈ കാണുന്നത്. എല്ലാവരും അവർ ആ കേഡറ്റുകളും ഇവിടെ കൊട്ടും മേളത്തിൻ്റെ സൗണ്ട് കേട്ടാണ് നമ്മൾ ആക്ച്വലി ഗായ്സ് നമ്മൾ അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിലേക്ക് പോകുന്നത്. ഗായ്സ് നമുക്ക് നടക്കാം. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓ ഗായ്സ്, അപ്പോൾ നല്ല പണക്കൊക്കെ പിടിക്കുന്നുണ്ട്. എവിടെ വെച്ച പരിപാടി എടുക്കുന്നത് നമുക്ക് മനസ്സിലാവും. അയ്യോ, നമുക്ക് എവിടെയാണ് മനസ്സിലാവാത്തത്. അതെ അതെ അതെ, അതാ ആണോ പടക്കത്തിന് അഞ്ചോട്ട് എല്ലാവരും ഞെട്ടിപ്പോണ് ഗൈസ്. ഗൈസ് ഇപ്പം തന്നെ 8 വരെ ചായ എടുക്കണമെങ്കിൽ ഇങ്ങോട്ടാണ് വന്നിട്ടുള്ള സ്പൈഡർ ചായ ഉണ്ട് ഗൈസ്. ചേച്ചി ഒരു കവള എടുത്താലോ? അയ്യോ വേണ്ട. അമ്മയ്ക്കോ ഒരു നല്ല 8 കാൽ ചായ എടുത്താലോ? ഗൈസ് അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സൊക്കെ അവിടെ എന്തിനോ പോയതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് എന്താ പ്ലാൻ എന്നറിയില്ല അല്ലേ. ഇതൊരു കുട്ടിക്ക് പ്രോഗ്രാം ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗായ്സ് ഇപ്പം അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സാംസ്കാരിക സമ്മേളനം ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ചായ കുടിക്കാൻ പോയ ടൈമിലാണ് നമ്മുടെ കലാശക്കൊട്ടും കൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ സ്റ്റേജ് ഓപ്പൺ സ്റ്റേജിൽ വെച്ചിട്ടാണ് പ്രസംഗവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ പറ്റിയിട്ടാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗായ്സ് അപ്പോൾ നമ്മുടെ സാംസ്കാരിക സമ്മേളനം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു വലിയൊരു കാര്യം നമ്മുടെ ക്യാമറയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം നമ്മുടെ ശശി തരൂർ സാർ ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ആ ടൈമിലായിരുന്നു നമ്മൾ ചായ കുടിക്കാനൊക്കെ പോയതൊക്കെ. അതുകൊണ്ട് തന്നെ ഭാഗമൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അതിലൊരു ചെറിയ വിഷമമുണ്ട്. എന്തായാലും കുഴപ്പമില്ല എന്തായാലും. അപ്പോൾ നമ്മൾ ഈ ഓപ്പൺ സ്റ്റേജിലേക്ക് വന്ന ടൈമിൽ ഇവിടെ നമ്മുടെ സമ്മേളനമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരും പ്രസംഗിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒത്തിരി പേര് ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്കും എന്തായാലും നമ്മുടെ ഈ സമ്മേളനത്തിൽ നമുക്കൊരു ഭാഗമാകാം അല്ലേ. അപ്പോൾ നമ്മളും ഇനി ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് നമുക്ക് പങ്കെടുക്കാം. അങ്ങനെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് സീറ്റിലാണ് ഗായ്സ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഓരോരുത്തരായിട്ട് വന്നിട്ട് നമ്മളോട് പരിചയപ്പെടുന്നുണ്ടായിരുന്നു. ആക്ച്വലി എല്ലാ കുട്ടികളും വന്ന് ചോദിക്കുന്നൊരു മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മലയാളികളാണോ, നിങ്ങൾ കേരളത്തിലുള്ളവരാണോ, വ്ളോഗറാണോ, നമ്മുടെ വ്ളോഗിൻ്റെ ചാനലിൻ്റെ പേരെന്താ, എന്താണ് കണ്ടൻറ്റ്, അങ്ങനെയൊക്കെ വന്ന് നമ്മളോട് നന്നായി പരിചയപ്പെട്ട് നമ്മുടെ എന്താ പറയുക യൂട്യൂബ് ചാനൽ ലിങ്ക് വാങ്ങിക്കൊണ്ട് പോകുന്നു. അങ്ങനെ എല്ലാ കുട്ടികളും നല്ലൊരു അടിപൊളി വൈബ് തന്നെയായിരുന്നു. എല്ലാവരും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്തായാലും ടെക്നിക്കൽ സ്കൂൾ കലോത്സവത്തിൽ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഭാഗമാകുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വാങ്ങി വിഴുകാൻ നോക്കുകയാണ്. മാംഗോ ബാർ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഐസ്ക്രീം വാങ്ങി കഴിക്കാമെന്ന് ഓർക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് തണുക്കണ്ടേ ഗൈസ് ഇടയ്ക്കൊക്കെ. അപ്പോൾ നമ്മളങ്ങനെ മാംഗോ ബാർ വാങ്ങിയിട്ടുണ്ട്. മാംഗോ ബാർ നമുക്ക് മാംഗോ ബാർ കഴിക്കാം. പൊളിയുന്നില്ലല്ലോ, പല്ല് വിളിപ്പ് സെൻസൂടായി. സത്യം നമ്മുടെ മമ്മയ്ക്ക് ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുകയാണ്. മാംഗോ ബാർ നമ്മളെ കല്ല് പോലെയാണ് നമ്മുടെ എനിക്ക് ഇങ്ങനത്തെയാണ് ഇഷ്ടം. കടിച്ചാൽ പൊട്ടാത്തത് അല്ലേ. നമുക്ക് മാംഗോ ബാർ കഴിക്കാം. ഗൈസ് ഇപ്പൊ ആഫ്റ്റർ ഐസ്ക്രീം നമുക്ക് വർത്തമാനം പറയാൻ പറ്റില്ല. നല്ല തണുപ്പുണ്ടായിരുന്നു. ആണോ അമ്മേ? നമുക്ക് ഐസ്ക്രീം ഇഷ്ടമായോ? അപ്പം ഉള്ളിൽ വാനില എസൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും നമ്മുടെ മെല്ലിന്റെ മൊത്തത്തിൽ വാനില പോലെയായിരുന്നു. എന്തായാലും നമുക്ക് ഇഷ്ടമായിട്ടുണ്ട്. 20 രൂപയ്ക്ക് എന്തായാലും ലാഭം തന്നെയാണ് അല്ലേ. നമ്മളിവിടെ 30 രൂപയ്ക്കൊക്കെയാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഗായ്സാണ് നമ്മൾ മടുത്തത് 6 നമ്പർ എഴുതിയ സ്റ്റാളിന്റെ ഉള്ളിൽ നമ്മൾ കയറിയിരുന്നത്. അപ്പൊ നമ്മളെ ഇരിക്കാൻ വെച്ചേക്കോളൊന്നും എല്ലാവരും ഓർക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ ഇതിലൂടെ പോകുന്നവരൊക്കെ നമ്മളെയൊക്കെ വിളിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. നമ്മൾ ഈ ഇരിപ്പും തന്നെയാണ് ഗായ്സ്. അങ്ങനെ 5:55 ആയപ്പോ നമ്മൾ അങ്ങോട്ടാ പാട്ട് കേൾക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് മടുത്തായിരുന്നു കേട്ടോ. ഗായ്സ് അപ്പോൾ
നമ്മുടെ സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം നമ്മുടെ സ്റ്റേജ് 1 വെച്ചിട്ട്, അപ്പം നമ്മൾ നേരത്തെ പോയില്ലേ, നമ്മുടെ സ്റ്റേജ് 1 അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മുടെ ജയചന്ദ്രൻ സാറിൻ്റെ ഒരുപാട് പാട്ടുകൾ അവിടെ എല്ലാവരും വന്നിട്ട് പാടുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവരൊരു ടീമായിട്ട് വന്നിട്ട് നമ്മുടെ ജയചന്ദ്രൻ സാറിൻ്റെ പാട്ടുകളൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ പഴയ ഒത്തിരി ഗാനങ്ങളില്ലേ നമ്മുടെ സാറിൻ്റെ, അപ്പം അതുപോലെ തന്നെ സാറിൻ്റെ എല്ലാ പാട്ടുകളും അവിടെ പാടുമായിരുന്നു. അപ്പം നമ്മൾ ആ പാട്ട് പാടുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുമായിരുന്നു കേട്ടോ. ഗായ്സ്, അങ്ങനെ നമ്മൾ എല്ലാവരുടെയും പാട്ടുകൾ ഇങ്ങനെ കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു അത്ഭുതകരമായ കാര്യം തോന്നിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വാർത്താ ചാനലുകാർ പോലും നമ്മുടെ ഈ ടെക്നിക്കൽ സ്കൂളിൻ്റെ വിഷ്വൽസ് പകർത്താനായിട്ട് ഉണ്ടായിരുന്നില്ല എന്ന ഒരു കാര്യമാണ് എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയത്. കാരണം ഒരു വാർത്താ ചാനലുകാർ പോലും ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണോ എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം അതെന്തോ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അപ്പം ഞാനൊരു ബ്ലോഗർ ആയതുകൊണ്ട് തന്നെ ഞാനവിടെ നോട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അറിയിക്കണമല്ലോ. അപ്പം നമ്മുടെ ഗാനമേള ഓരോരുത്തരായിട്ടും പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനൊപ്പം പാടുന്നുണ്ട്, കൂടെ നമുക്കറിയുന്ന പാട്ടുകൾ നമ്മൾ കൂടെ പാടുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു പാട്ടുകൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് പാട്ട് പാടാനായിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 5-6 പേരുകൾ തന്നെ നമ്മുടെ ഈ പാട്ട് ഒത്തിരി പാട്ടുകളുണ്ടായിരുന്നു, അത് പാടാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിവിടെ എന്താ പറയുക, പാട്ടുകൾ പാടുന്നത് കേട്ട് നമ്മൾ ഇരിക്കുകയാണ്. നമ്മൾ മാത്രമല്ല വേറെ കുറേ കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്താ പറയുക, നമ്മുടെ കൂടെയുള്ള കുട്ടികൾക്ക് വേറെ സ്റ്റേജിൽ ഒത്തിരി പ്രോഗ്രാംസ് ഓൾറെഡി നടക്കുന്നുണ്ട്. ആ ടൈമിലാണ് നമ്മളിവിടെ വന്ന് ഈ പാട്ട് ആസ്വദിക്കുന്നത് കേട്ടോ. ഗായ്സ്, ഇപ്പോൾ ഈ പാട്ട് പാടുന്നവരെ തൊട്ട് ബാക്കിൽ പാടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വിഷ്വൽസ് ബാക്കിൽ LED സ്ക്രീനിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ചേട്ടന്മാർ ഇത് LED സ്ക്രീൻ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സീൻ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും നാളെയൊക്കെ ആയിട്ട് അവിടെ സ്ക്രീൻ സെറ്റ് ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തും കൂടി നമ്മുടെ സ്കൂളിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ വിഷ്വൽ കാണാൻ പറ്റുന്നതാണ്. ആ ടൈമിലാണ് നമ്മുടെ പാലക്കാട് നിന്ന് കുറച്ച് കുട്ടികൾ എന്നോട് എൻ്റെ ഇടയ്ക്ക് വന്ന് മിണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് നമ്മുടെ തൊട്ട് ബാക്കിലിരിക്കുന്നത്. അപ്പോൾ അവർ ക്യാമറയ്ക്ക് ഹായ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പാലക്കാടിലുള്ള നമ്മുടെ ഫ്രണ്ട്സാണ്. ഗായ്സ്, അപ്പോൾ നമ്മുടെ സാറും അതുപോലെ തന്നെ നമ്മുടെ ടീച്ചറും നമ്മുടെ തൊട്ടടുത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വാവ ഇതേ ഉറങ്ങി, അതായത് വാവയ്ക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു കുട്ടിയല്ലേ, അപ്പോൾ അവർ നമ്മുടെ ക്യാമറയ്ക്ക് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കുളത്തൂർ സ്കൂളിൽ തന്നെ, നമ്മുടെ ട്രിവാൻഡ്രം ഈ സ്കൂളിൽ തന്നെ, നമ്മളിപ്പോൾ കലോത്സവത്തിനാണ് ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടി നമ്മുടെ പൈങ്കിളിനോട് മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെയൊക്കെ പേരോന്ന് ചോദിച്ച് പൈങ്കിളിനോട് നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു ആ കുട്ടി. അങ്ങനെ നമ്മുടെ ഇത് LED സ്ക്രീൻ ഇവരിവിടെ റെഡിയാക്കി ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മുടെ ഗാനമേളയും ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു കേട്ടോ ഗായ്സ്, കഴിയാനായിട്ടുണ്ടെന്നല്ല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിനി തിരിച്ച് പോകാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മൾ 2 മണിക്കൂർ നമ്മുടെ ഓപ്പൺ സ്റ്റേജിൽ നമ്മൾ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. ഗാനമേളയൊക്കെ കേട്ട് നമ്മൾ 2 മണിക്കൂർ അവിടെ ചിലവഴിച്ച് കഴിഞ്ഞ് നമ്മളിനി തിരിച്ച് നമ്മൾ പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ ഞാൻ ടൈം കാണിച്ചു തരുന്ന ടൈമിൽ വാച്ചിൻ്റെ വെളിച്ചം കാരണം ഒന്നും കാണാൻ മേലാട്ടോ. അപ്പം നമ്മുടെ സ്കൂൾ മൊത്തത്തിൽ നോക്കിയ ലൈറ്റൊക്കെ ഇട്ട് ആകെ സൂപ്പറാക്കിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇനി താഴേക്കൊക്കെ പോകുന്ന ടൈമിലും ഇതിൽ അടിപൊളി വ്യൂ ആണ്. നമ്മുടെ എൻട്രൻസിലേക്ക് പോകുമ്പോഴും അടിപൊളി വ്യൂ ആണ്. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ സ്റ്റാൾ 6 വീണ്ടും വന്ന് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇരുന്ന് മടുത്തു മൊത്തത്തിൽ നമ്മൾ ചുമ്മാ അങ്ങും ഇങ്ങും ഓട്ടവും ചാട്ടവും നടപ്പും തന്നെയായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരൊക്കെ നമ്മളെന്നാ സ്റ്റാളിൽ വിൽക്കാൻ വെച്ചേക്കുവാണെന്ന് ഓർത്ത് ഭയങ്കര നോട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗായ്സ്. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന ടൈമിൽ നമ്മൾ വാവാറ്റിൻ്റെ വീഡിയോ കോൾ ചെയ്തിരിക്കുകയാണ്. ഫുള്ള് വീട്ടിലെ കുക്കിംഗ് പരിപാടിയാണ്. അപ്പോൾ അയ്യോ ഫയർഫോഴ്സിന് വണ്ടി എടുത്തു ഗായ്സ്. റോട്ടിൽ കൂടി ആനവണ്ടി വരുവാണ് ഗായ്സ്. ഇപ്പൊ അവിടെ വാവാറ്റയാണ് ഇപ്പൊ വീട്ടിൽ ഫുള്ള് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാവാറ്റ എവിടെ? വാവാറ്റിനെ കാണുന്നില്ല ഗായ്സ്. വാറ്റി കയറിയപ്പോ കസേര പറയുന്നത് എവിടെ? അപ്പൊ കയ്യിൽ തവിയും വെച്ചാണ് ഹായ് ഹലോ അല്ല വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഓൾ. അപ്പൊ ഫുള്ള് കുക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ടാണ് വാറ്റിരിക്കുന്നത്.
ഇപ്പൊ മുണ്ടാണ് വർത്താനം പറയുന്നത്. അപ്പൊ നമ്മളിനി ഇത് കഴിഞ്ഞവിടെ തീറ്റയ്ക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ വാവാറ്റ അവിടെ തീറ്റയ്ക്കുള്ള പരിപാടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ മമ്മേ? നല്ല വിശക്കുന്നുണ്ട്. ആ ശരി ശരി, താങ്ക് യു. ഓ താങ്ക് യു താങ്ക് യു. ഓ താങ്ക് യു താങ്ക് യു. ആ പിന്നെയല്ല സെറ്റ്. റെഡി. ഓ അപ്പൊ നാളത്തെ കാര്യം പൊടിപൂരമാക്കണം നമ്മുടെ പാലക്കാട്ടെ മക്കളോ നമ്മളോട് പറയാണ്. ആ സെറ്റ് അത്രേ ഉള്ളൂ. ഇപ്പൊ നല്ല വിശക്കുന്നുണ്ട്. വാവാറ്റ ഫുള്ള് മമ്മേ. ഇപ്പൊ അവിടെ വാവാറ്റ നമുക്കൊരു സൈഡിൽ വെക്കാം. കവിയും കൊണ്ടാണ് ഗൈസ്. അപ്പൊ വാവാറ്റിനെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ആനന്ദാസുര പൊഴിക്കാം. പിള്ളേരെ കയ്യിലെ പോവാക്ക് ടാറ്റ തന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം ഫാൻസ്. ഓക്കെ ഗായ്സ്, നമുക്ക് തീറ്റയ്ക്ക് പോകാനുള്ള പരിപാടിയാണ്. ആദ്യം വിശക്കുന്നുണ്ടോ ചേ? വേഗം തീറ്റ ഇങ്ങ് ഫോണിൽ കൂടി ഇട്ടതാ. അതിന് അവിടെ ഒന്നും ആയിട്ടില്ല. അടിപൊളി. എന്തൊക്കെയോ പറയുന്നുണ്ടോ, ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. മൊത്തം റേഞ്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് ഗായ്സ്. തവയും കൊണ്ട് കുറെ നേരം കളിക്കാൻ തുടങ്ങിയത്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഒരു കുട്ടി ഒരു കാര്യം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി കൂടി വന്ന് ലേറ്റ് ആവുന്നതാണ് പറഞ്ഞത്. ഫുഡ് കഴിക്കാൻ വേണ്ടി. ഗായ്സ്, അപ്പോൾ അവരുടെ ഡ്രിങ്ക്സിന് വേണ്ടിയിട്ട് നല്ല അടി. അപ്പം ഒരു ഡ്രിങ്ക്സ് വാങ്ങി. എനിക്ക് വേണം, എനിക്ക് അടിപൊളിയാണ് പിള്ളേരുടെ സീനൊക്കെ കാണിട്ട് അല്ലേ? എനിക്കറിയില്ല ഗായ്സ്. അപ്പം നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരു തിരക്കാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നല്ല വിശക്കുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പം എന്താ പറയുക, നമ്മളിനി ഫുഡ് കഴിച്ചിട്ട് പോകാൻ ഓർക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടിയും കൂടി ഇനി നമ്മൾ പറഞ്ഞല്ലോ, ഒരു കുട്ടി പെൻഡിങ് ഉണ്ട് പാർട്ടിസിപ്പേഷന്. അപ്പോൾ ആ കുട്ടിയും കൂടി നമ്മൾ മത്സരിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ ആ ടൈമും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് കഴിച്ചിട്ട് വരാം അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് രാത്രിക്കത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിയും അതുപോലെ തന്നെ നമ്മുടെ കടലക്കറിയും. അയ്യോ, കടലക്കറിയുമായിരുന്നു. അപ്പോൾ ഇതേ കടലക്കറി ധാരാളം തന്നിട്ടുണ്ട്. അപ്പോൾ 3 ചപ്പാത്തിയാണ് തന്നേക്കുന്നത്. ഞാനൊക്കെ ആകെ ഒരു ചപ്പാത്തി കഴിക്കുന്ന ആളാണ്. അപ്പം 3 ചപ്പാത്തി ഇട്ട് അവരിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കുന്നത്. പിന്നെ തിരിച്ചിടാനും പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ചപ്പാത്തി നല്ല നൈസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭാഗ്യത്തിന് കഴിക്കാൻ പറ്റിയിട്ടോ. അല്ലേ ഞാൻ ഇവരുടെയൊക്കെ പാത്രത്തിലേക്ക് ഇട്ടും കൊടുത്തിട്ടുണ്ട്. അത് വേറെ കാര്യമാണ്. അപ്പം നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ യാത്രയാക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിത് ഒരു ബക്കറ്റും പിന്നെ ഒരു പായലും കഴിഞ്ഞിട്ടുണ്ട്. ചില്ലെങ്കിൽ കിടക്കാൻ പായൊക്കെ തലചരിച്ച് വിരിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. ഓക്കെ, നമ്മുടെ കൂടെയുള്ളവരൊക്കെ അവിടെ പോയി എവിടെ അവർ ബസ്സിൽ കയറി. ഓ, അപ്പോൾ ബസ്സിലാണ് പോകുന്നത്. സൂപ്പർ. ഇപ്പൊ നൈറ്റ് ആയപ്പോഴേക്കും നമ്മുടെ സ്കൂളൊക്കെ മൊത്തത്തിൽ അലങ്കരിച്ച് അടിപൊളിയാക്കി. നമ്മുടെ ബസ്സിൽ നമുക്ക് കയറാം. വാ 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 വാ, നമ്മുടെ ബസ്സാണ് ഗായ്സ്. ഇത് ബസ് കയറിക്കോ ഗായ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കുളത്തൂർ സ്കൂൾ ബസ്സിലേക്കാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് കാര്യം എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ഓൺ ദ വേ കാണാവേ. ഗായ്സ്, ആണ് നമ്മളിത് ആ ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് എടാ ഹായ് ഗായ്സ്. ഓക്കെ, നമ്മൾ നേരെ പോകാൻ പോകണം. അപ്പം നമുക്ക് നോക്കാം മുന്നോട്ട് എന്താണ് നടക്കാൻ പോകുന്നത്. ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയില്ല. ഗായ്സ്, നമ്മുടെ സ്കൂള് മൊത്തത്തിൽ കളറായപ്പോഴാണ്. ലൈറ്റിന് ഫുള്ള് കളറായ, ഒരു രക്ഷയില്ല. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയില്ല. നമുക്ക് പോവാം ഗായ്സ്. അങ്ങനെ നമ്മളിതാ ഒരു സ്കൂളിൻ്റെ മുറ്റത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നടക്കാം ഗായ്സ്. എന്താ സ്കൂളിൻ്റെ പേരെന്താണ്? വിമല ഹൃദയ ഹൈസ്കൂൾ എന്നാണോ അല്ലേ? അപ്പോൾ നമുക്ക് മോർണിംഗിലാണ് അതിൻ്റെ വ്യൂ എടുക്കാൻ പറ്റുള്ളൂ. നമ്മളങ്ങനെ സ്കൂളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വാവ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ഈ സ്കൂളാണ് കേട്ടോ. സ്കൂളിലേക്ക് നമുക്ക് നടക്കാം.
ഗായ്സ് അപ്പം ഇന്നത്തേക്ക് അതായത് 15, 16, 17, 18 ഈ 4 ദിവസം നമ്മൾ ഇനി നമ്മുടെ ഈ വിമല ഹൃദയ ഈ സ്കൂളിലാണ് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇനി മുഴുവനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാം ഗേൾസാണ് കേട്ടോ. അപ്പോൾ ഗേൾസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ സ്കൂളുള്ളത്. അപ്പം ഓരോ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിലും ഈ വരണ്ട സ്കൂളുകാരുടെ ഇതൊട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരാണ് ഈ സ്കൂളിൽ സ്റ്റേ. അപ്പോൾ ഒരു ക്ലാസ്സിൽ 2 സ്കൂളുകാരാണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോയ്സിന് വേറെ സ്കൂളാണ് RC LP സ്കൂൾ ഉച്ചക്കട. ആ സ്കൂളാണ് നമ്മുടെ ബോയ്സിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗേൾസിന് നമ്മുടെ വിമല ഹൃദയ ഈ സ്കൂളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ നമ്മുടെ ഷൂസൊക്കെ നമ്മൾ സൈഡാക്കിയിട്ട് നമ്മളിനി ഉറങ്ങാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ് ഗായ്സ്. അപ്പം നമ്മുടെ കുളത്തൂർ സ്കൂളിൽ നിന്ന് നമ്മൾ 9:30ക്കാണ് നമ്മൾ സ്കൂൾ ബസ്സിൽ കയറിയത്. അപ്പം അവിടുന്ന് ഒരു 5 മിനിറ്റ്സ് മതി നമ്മുടെ ഈ സ്കൂളിലേക്ക് കേട്ടോ. അപ്പം അമ്മ ഇതേ പായൊക്കെ എടുത്ത് വിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി കിടക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ്. അപ്പോൾ ഉറക്കം ശരിയാവില്ല, ഒന്നും ശരിയാവില്ല. അപ്പോൾ ഓൾറെഡി നല്ല ഉറക്കക്ഷീണം നമുക്കുണ്ട് ഗായ്സ്. പക്ഷേ പൈങ്കിളിക്ക് ഞങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം ഉറക്കം വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഉറക്കം ശരിയായില്ലെങ്കിലും ഒന്നും ശരിയാവില്ല. അങ്ങനെ ഞാൻ തന്നെ ഇത് ഗായ്സ് നമ്മുടെ പായ കണ്ടപാടെ ഞാൻ ശവാസനത്തിൽ കിടന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഡേ 1 കാര്യങ്ങൾ ഇന്നിതാ ഓവറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡേ 2 നാളെയാണ്. അപ്പോൾ നാളത്തെ വ്ളോഗ് വീഡിയോ ഓൺ ദ വേ വരുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ബൈ.